ഹായ് ഓൾ. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 135 പ്രൊജക്റ്റ് പ്ലാനിങ്. അപ്പോൾ നമ്മുടെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഫോമുലേഷനോ ഐഡൻറ്റിഫിക്കേഷനൊക്കെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം പഠിച്ചിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലായിട്ട് ഈ പ്രൊജക്റ്റ് പ്ലാനിങ് എന്താണെന്നും അതുപോലെ പ്രൊജക്റ്റ് പ്ലാനിങ്ങിൽ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ കാര്യമാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്, പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രൊജക്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ ആ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുകയും ഗോൾ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അതിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ ഒരു പാരഗ്രാഫ് മൊത്തം വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇവിടെ ഫിനാൻഷ്യൽ പ്ലാനിങ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ഓഫ് പ്രൊജക്റ്റ് പ്ലാനിങ്. ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ആസ്പെക്ട് ഓഫ് എ പ്രൊജക്റ്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് വിത്ത് റെസ്പെക്ട് ടു എ പ്രൊജക്റ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദാറ്റ് പ്രൊജക്റ്റ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്ന ഒരു സെൻറ്റൻസാണ് ഞാൻ വായിച്ചത്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നതാണ് ഒരു പ്രൊജക്റ്റ് പ്ലാനിങ്ങിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്, ഈ പ്രൊജക്റ്റിൻ്റെ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനുള്ളിലാണ് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഫിനാൻഷ്യൽ നീഡ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ അതൊക്കെയും പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നൊരു ഹെഡിൻ്റെ കീഴിലാണ്. അപ്പം ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മെയിൻലി രണ്ടായിട്ടാണ് ഫിനാൻഷ്യൽ നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓൺ ദ ബേസ് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് പെർമനൻസ് ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ഓഫ് യൂസ്. ഇപ്പോൾ പെർമനൻസിൻ്റെ ബേസിസിൽ, പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ അതിൻ്റെ ബേസിസിലും തിരിച്ചിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പീരീഡ്, എത്ര നാളത്തേക്കാണ് ഫിനാൻസ് ആവശ്യം എന്നുള്ള രീതിയിലും ഫിനാൻഷ്യൽ നീഡ്സിനെ തിരിച്ചിരിക്കുന്നു. ഫസ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത് ഓൺ ദ ബേസിസ് ഓഫ് എക്സ്റ്റെൻറ്റ് ഓഫ് പെർമനൻസ്. The financial needs are classified into two types on the basis of extent of permanence. Fixed capital needs and short term capital needs അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറയും. അപ്പം പെർമനൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, പെർമനൻ്റ് ആണോ അല്ലെങ്കിൽ ടെമ്പററി ആണോ എന്നുള്ള ബേസിസിലാണ് തിരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് എന്നും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ നീഡ്സ് എന്നും ഈ പെർമനൻസ് ബേസിസിൽ തിരിച്ചിരിക്കുകയാണ്. ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? Fixed capital needs include investment to be made in fixed asset like land and building, machinery, equipment, furniture, etc. The assets are intended for permanent use in the business project. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ നീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസി പഠിക്കുന്നവരാണ്, നമുക്കറിയാം ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് അസറ്റ് മേടിക്കാനായിട്ടും അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ള എമൗണ്ടിന് അല്ലെങ്കിൽ ക്യാപിറ്റലിനാണ് ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലാൻഡ് മേടിക്കാൻ, ബിൽഡിംഗ് മേടിക്കാൻ, അല്ലെങ്കിൽ മെഷീനറി എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ, ഓഫീസ് ഫർണിച്ചർ മേടിക്കാൻ, ഇങ്ങനെ ബിസിനസ്സിൻ്റെ പെർമനൻ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാപിറ്റൽ ആവശ്യമാണെങ്കിൽ അതിന് ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they represent investment to be made by a business project in current asset like raw material, finished goods, debtors, etc. In fact, these investments are intended for day-to-day operations of a business enterprise. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേ-ടു-ഡേ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ, അതിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റലൊക്കെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റോ മെറ്റീരിയൽ മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് മേടിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഡെയിലി വേജസ് കൊടുക്കാനായിരിക്കും. ഇങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഡെയിലി റണ്ണിങ്ങിന് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ള അല്ലെങ്കിൽ ഈ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് നീഡ്സ് വരുവാണെങ്കിൽ അതിനെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ വർക്കിംഗ് ക്യാപിറ്റൽ നീഡ്സ് എന്ന് പറയുന്നു. ഇതാണ് ഓൺ ദ ബേസ് ഓഫ് പെർമനൻസ് വെച്ചിട്ട് ചെയ്യുന്നത്. അടുത്തത് ഓൺ ദ ബേസ് ഓഫ് പീരിയഡ് ഓഫ് യൂസ്. അതിന് രണ്ടായിട്ട് തിരിച്ചിരിക്കുകയാണ്, ലോങ് ടൈം ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ. Long term capital is generally arranged for more than 5 years. The need for the same are known as long term capital needs. Long term capital is usually ട്രീറ്റഡ് ആസ് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ നീഡ്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ ലോങ് ടൈം ക്യാപിറ്റൽ നീഡ്സും വരുന്നത്. മോർ ദാൻ 5 years, 5 വർഷത്തിനും കൂടുതൽ, 5 വർഷത്തിനും 5 വർഷ പീരിയഡ്സിനുള്ളിലും 5 yearsനുള്ളിലും നമുക്ക് ആവശ്യമുള്ള, അല്ല അതിനേക്കാൾ മോർ ദാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 5 വർഷത്തിന് മുകളിൽ നമുക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ഫിക്സഡ് ക്യാപിറ്റൽ പോലെ തന്നെയാണ് ഇതും പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ നീഡ്സ്. അപ്പം ലോങ് ടൈം എന്ന് പറഞ്ഞാൽ അറിയാമെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇവിടെ ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിരിക്കുന്നത്
ബോറോഡ് ക്യാപിറ്റൽ ഹൂസ് റീപേയ്മെൻറ്റ് ഈസ് യൂഷ്വലി ടു ബി മെയ്ഡ് വിതിൻ 1 ഇയർ ഓൺലി. അപ്പം ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് റീപേയ്മെൻറ്റ് നടത്തേണ്ട ക്യാപിറ്റലാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സിനൊക്കെ നമ്മൾ കൊടുക്കുന്നത് എമൗണ്ട്, ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ മേടിക്കുന്ന ക്യാപിറ്റൽ എമൗണ്ട്, ഇതൊക്കെ ഷോർട്ട് ടൈം ക്യാപിറ്റലിനുള്ളിൽ വരുന്നതാണ്. അത് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ നീഡ്സിനെയാണ് ഇത്രയൊന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് പെർമനൻസ്, ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നും ഓൺ ദ ബേസ് ഓഫ് പീരിയഡ്, ലോങ് ടൈം ക്യാപിറ്റൽ ആൻഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് സോഴ്സസ് ഓഫ് ഫിനാൻസ്. എവിടെ നിന്നൊക്കെയാണ് ഒരു പ്രൊജക്റ്റിന് ആവശ്യമുള്ള ഫിനാൻസ് കിട്ടുന്നതെന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഇൻറ്റേർണൽ സോഴ്സസ് ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് എന്നാണ്. ഇനി ഇൻറ്റേർണൽ സോഴ്സ് ഏതൊക്കെയായിരിക്കും? ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ളത്, അല്ലേ, ഇൻറ്റേർണൽ വിതിൻ ദ എൻ്റർപ്രൈസസ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് റേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫണ്ട് റേസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സോഴ്സുകളാണ് ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ വരും നോക്കിക്കേ. ഓണേഴ്സ് ക്യാപിറ്റൽ നോൺ ആസ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു ആരാണോ ഓണർ അദ്ദേഹം തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ. അതുകൂടാതെ ഡിപ്പോസിറ്റ് ആൻഡ് ലോൺസ് ഗിവൺ ബൈ ദ ഓണർ, ഓണറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഡിപ്പോസിറ്റ് ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. അതുകൂടാതെ ഡിപ്പോസിറ്റ്സ് ആൻഡ് ലോൺസ് ഗിവൺ ബൈ ദ പാർട്ട്നേഴ്സ്, ഈ ഓർഗനൈസേഷനിലെ പാർട്ട്നേഴ്സ് ഡിപ്പോസിറ്റ് ലോണൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സിൽ വരും. അതുപോലെ ഡയറക്ടേഴ്സ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നുള്ള അംഗങ്ങൾ നമുക്ക് ലോണും ഡെപ്പോസിറ്റും തരുവാണെങ്കിൽ അത് ഇൻറ്റേർണൽ ക്യാപിറ്റലാണ്. പിന്നെ ഉള്ളത് പേഴ്സണൽ ലോൺസ് ടേക്കൺ ബൈ ദ ഓണ്ടർപ്രണർ ഓൺ ഹിസ് പേഴ്സണൽ അസറ്റ് ലൈക്ക് പ്രൊവിഡൻറ്റ് ഫണ്ട്, LIC പോളിസി, ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന്, LIC പോളിസിയിൽ നിന്നോ, ബിൽഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇതിൽ നിന്നൊക്കെയും കിട്ടുന്ന എമൗണ്ടും കൂടി അദ്ദേഹം ലോണായിട്ട് ഈ ബിസിനസ്സിലോട്ട് ഇറക്കുവാണെങ്കിൽ ഇതും നമ്മുടെ ഇൻറ്റേർണൽ സോഴ്സസായിട്ട് വരും. ഇനി എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതർ ദാൻ ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ പുറമേ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടാവുന്ന സോഴ്സസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡിപ്പോസിറ്റ്സ് ആൻഡ് ബോറോയിങ്സ് ഫ്രം റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് അതേഴ്സ്. നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നോ നമുക്ക് ലോൺ ഡിപ്പോസിറ്റും കിട്ടുവാണെങ്കിൽ അത്. ബോറോയിങ്സ് ഫ്രം ബാങ്കിൽ നിന്നുള്ള ബോറോയിങ്സ്, നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുവാണെങ്കിൽ അത്. ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഫ്രം ദ കൊമേഴ്സ്യൽ ബാങ്ക്. പിന്നെ ഇങ്ങനെ ഈ ഒരു ഓണ്ടർപ്രണറിയൽ ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെ കൊമേഴ്സ്യൽ ബാങ്ക്സ് ലോൺ കൊടുക്കുകയാണെങ്കിൽ, ക്രെഡിറ്റ് കൊടുക്കുകയാണെങ്കിൽ അതൊരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ഹയർ പർച്ചേസസ് ഓർ ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ലോങ് ടേം അല്ലെങ്കിൽ ഷോർട്ട് ടൈം ലോൺസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക് അല്ലാതെ തന്നെ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുന്ന ലോണുകൾ, ടേം ലോൺസ്. പിന്നെ ഹയർ പർച്ചേസസ് ഓർ ലീസിംഗ് ഫെസിലിറ്റി ഫ്രം നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ആൻഡ് സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ഈ പറഞ്ഞിരിക്കുന്ന NSICയും അതുപോലെ തന്നെ SSICയും എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഓണ്ടർപ്രണറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനും. അപ്പോൾ ഇവരിങ്ങനെ ഈ ഓണ്ടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹയർ പർച്ചേസിങ് ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ലീസിംഗ് ഫെസിലിറ്റിയോ ഒക്കെ കൊടുക്കും. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. പിന്നെ ഉള്ളത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന സബ്സിഡീസ്. ഇതെല്ലാം എക്സ്റ്റേണൽ സോഴ്സിനുള്ളിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊജക്റ്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞതിൻ്റെ കീഴിൽ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ കണ്ടത് ഏതൊക്കെ ടൈപ്പ് ഫിനാൻസ് ഒരു ബിസിനസ്സിന് ആവശ്യമാണെന്നുള്ളതും അതുപോലെ തന്നെ ബിസിനസ്സിന് ഫണ്ട് കിട്ടുന്ന സോഴ്സസ്, ഇൻറ്റേർണൽ സോഴ്സസ് ഏതൊക്കെ, എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിപ്പോൾ കണ്ടത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രൊജക്റ്റ് അപ്രൈസൽ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൊജക്റ്റ് അപ്രൈസൽ, സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് അപ്രൈസൽ. ഇതും കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉള്ളതാണ്. പ്രൊജക്റ്റ് അപ്രൈസൽ. Since a project involves investment of scarce resources, and entrepreneur has to appraise various alternative projects before allocating the scarce resources for the best project. Thus, project appraisal helps to select the best project from among the available alternatives. ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്ക് റിസോഴ്സസ് എപ്പോഴും സ്കേഴ്സ് ആയിട്ടായിരിക്കും വരുന്നത്. ഇങ്ങനെ സ്കേഴ്സ് റിസോഴ്സസ് വരുന്ന സാഹചര്യത്തിൽ ഒരു ഓണ്ടർപ്രണറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റിനെ കൂടാതെ മറ്റ് ആൾട്ടർനേറ്റീവ് പ്രൊജക്റ്റും കൂടി ചൂസ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പല ആൾട്ടർനേറ്റീവിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് പ്രൊജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഓണ്ടർപ്രണർ എടുക്കുന്ന ആക്ടിവിറ്റിയാണ് പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി താഴെ അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് ദ അസസ്മെൻറ്റ് ഓഫ് എ പ്രൊജക്റ്റ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഇക്കണോമിക്, ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ വയബിലിറ്റി ഇൻക്ലൂഡിംഗ് ദ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് വിത്ത് ആൻ objective to
അഡ്ജഡ്ജ് ഇറ്റ്സ് വയബിലിറ്റി. അപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റിന് എക്കണോമിക്കലിയും ഫിനാൻഷ്യലിയും സോഷ്യൽ വയബിലിറ്റിയുടെയും ബേസിസിൽ അസസ് ചെയ്യുകയും അതുപോലെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുകയും ചെയ്യുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ അസസ് ചെയ്യുകയും കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് നടത്തുകയും ചെയ്യണം. അതിൻ്റെ വയബിലിറ്റി എത്രത്തോളമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ഏറ്റവും ചുരുക്കത്തിൽ പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെൻറ്റ് ഓഫ് എ പ്രൊജക്റ്റ്, നമ്മുടെ പ്രൊജക്റ്റിനെ അസസ് ചെയ്യുവാണ്. ഇറ്റ് ഈസ് എ കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് ആസ്പെക്ട് ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്ട് വിത്ത് ആൻ ഒബ്ജക്റ്റീവ് ടു ജഡ്ജസ് വയബിലിറ്റി വൈൽ അപ്രൈസിംഗ് എ പ്രൊജക്ട്. ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, എക്കണോമിക്, മാനേജീരിയൽ, കൊമേഴ്സ്യൽ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്സ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഒരു അപ്രൈസൽ നടത്തുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളും എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും മാനേജീരിയൽ, കൊമേഴ്സ്യൽ, സോഷ്യൽ ആസ്പെക്റ്റും. അപ്പോൾ ഇത്രയധികം ആസ്പെക്റ്റിനെ നമ്മൾ അപ്രൈസൽ ചെയ്യുന്നതാണ് ഒരു പ്രൊജക്റ്റ് അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി യൂഷ്വലി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൈസ് ദ പ്രൊജക്ട് ബിഫോർ ഗ്രാൻഡിങ് ലോൺസ് ഫോർ ഫിനാൻസിങ് ദ പ്രൊജക്റ്റ്. ഫോർ ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊജക്റ്റ് അപ്രൈസൽ ഈസ് എ പ്രോസസ് വെയർ ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ് അസസ്മെൻറ്റ് ഓഫ് വേരിയസ് ആസ്പെക്ട് ഓഫ് ദി പ്രൊജക്റ്റ് ഈസ് മെയ്ഡ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവുകയാണ്, നമ്മൾ അതിന് ഫണ്ട് തരണം അല്ലെങ്കിൽ ലോൺ തരണം എന്ന് പറഞ്ഞ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെയൊക്കെ സമീപിക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ ചെയ്യുന്നത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ, നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിനെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലൊക്കെ അസസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അപ്രൈസൽ നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് അസസ്മെൻ്റാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മുടെ പ്രൊജക്റ്റിന് നടത്തുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന അടുത്ത പാരഗ്രാഫായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രൊജക്റ്റ് അപ്രൈസൽ ആൻഡ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ. രണ്ട് ടേമും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളത്. യൂഷ്വലി ബോത്ത് ദ ടേംസ് പ്രൊജക്റ്റ് അപ്രൈസൽ ആൻഡ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ ആർ യൂസ്ഡ് സിനോണിമസ്ലി ബട്ട് ദർ ഈസ് സം സോർട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. അപ്പം നമ്മൾ രണ്ടും ഒരേപോലെ ഉപയോഗിക്കുന്ന വേർഡാണ് അപ്രൈസലും ഇവാലുവേഷനും. നമ്മൾ അസസ് ചെയ്യുന്നതിനാണ് ഇവാലുവേഷൻ എന്നും അപ്രൈസൽ എന്നും പറയുന്നതെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് നോക്കാം. The term project appraisal is used to refer to the assessment of a proposed project, or it is called ex ante analysis. Here we analyze whether the proposed project is profitable or feasible with regard to various constraints. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ. പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് നമ്മൾ പ്രൊപ്പോസ് ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ നമ്മൾ അസസ് ചെയ്യുന്നതാണ് പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. നോക്കിക്കേ, പ്രൊജക്റ്റ് അപ്രൈസൽ ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ അസസ്മെൻറ്റ് ഓഫ് എ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ അസസ് ചെയ്യുന്ന പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നു, അല്ലെങ്കിൽ എക്സ് ആൻറ്റി അനാലിസിസ് എന്ന് പറയുന്നു. അപ്പം നമ്മൾ ഈ ഒരു ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് പ്രോഫിറ്റബിൾ ആയിരിക്കുമോ അല്ലെങ്കിൽ ഫീസിബിൾ ആയിരിക്കുമോ എന്ന് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അസസ് ചെയ്യുകയാണ്. പക്ഷേ പ്രൊജക്റ്റ് ഇവാലുവേഷൻ വരുമ്പോഴെങ്ങനെ വരും? ഇറ്റ് ഈസ് അസസ്മെൻറ്റ് ഓഫ് എ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് ആൻ ഇംപ്ലിമെൻറ്റഡ് പ്രൊജക്റ്റ് ഓർ എക്സിക്യൂട്ടർ പ്രൊജക്റ്റ്. അത് രണ്ടും ഓർത്ത് അണ്ടർലൈൻ ചെയ്തേക്കണം. പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് ആണെങ്കിൽ, പ്രൊജക്റ്റ് ഇവാലുവേഷൻ വരുമ്പോഴത്തെന്താ, ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൽ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിൻ്റെ സക്സസിനെയും അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെയും കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതാണ് പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. It determines the real cost and benefit of the project. By comparing the real cost and benefit, the project real profitability is ascertained in this stage. അപ്പം നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ എത്രത്തോളമാണ് പ്രോഫിറ്റബിലിറ്റി എന്നൊക്കെ നമ്മൾ റിയൽ ആയിട്ട് തന്നെ കോസ്റ്റും ബെനിഫിറ്റും നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എത്ര കോസ്റ്റായി, അതിൽ നിന്ന് എത്ര ബെനിഫിറ്റ് കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റിയൽ ആയിട്ട് നമ്മൾ കോസ്റ്റും ബെനിഫിറ്റും വെച്ചിട്ട് നമ്മൾ ഒരു അസസ് നടത്തുവാണ് പ്രൊജക്റ്റ് ഇവാലുവേഷനിൽ വരുന്നത്. പക്ഷേ പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റിന് അല്ലെങ്കിൽ പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ ഒരു ഇമാജിനറി കോസ്റ്റും ബെനിഫിറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൊജക്റ്റ് അപ്രൈസലിനെ എക്സ് ആൻറ്റി അനാലിസിസ് എന്നും പ്രൊജക്റ്റ് ഇവാലുവേഷനെ പോസ്റ്റ് ആൻറ്റി അനാലിസിസ് എന്നും പറയുന്നു. അപ്പം ഇത് രണ്ടും ഒന്നും ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനായിട്ട് ഓർത്തുന്നോണം. പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റിനെ അസസ് ചെയ്യുന്നതും, പ്രൊജക്റ്റ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റഡ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ആണ്. ഓക്കെ, ഇനി അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് പ്രൊജക്റ്റ് അപ്രൈസൽ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പ്രൊജക്റ്റ് അപ്രൈസൽ ചെയ്യുന്നത്? Project appraisal is undertaken for exact analysis of a designed scheme. It identifies and estimates the expected cost and benefit of a project. അപ്പോൾ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് എത്രയാണ്, അതുപോലെ ബെനിഫിറ്റ് എത്രയാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. അതിനാണ് പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി താഴെ പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്നുള്ളത്. ടു എക്സ്ട്രാക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ഫോർ ഡിറ്റർമിനിങ് ദ സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ പ്രൊജക്റ്റ്. അപ്പം ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് സക്സസ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കുമോ എന്ന്
തീരുമാനിക്കുന്ന ഇൻഫർമേഷൻസിനെ നമ്മൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രൊജക്റ്റ് അപ്രൈസൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യലായിട്ടായിരിക്കാം, ടെക്നിക്കലായിട്ടായിരിക്കാം. അപ്പോൾ എന്തിരുന്നാലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിനെ, നമ്മൾ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റിനെ സക്സസ് ആകാനും ഫെയിലിയർ ആകാനും, അല്ലെങ്കിൽ സക്സസ് ആകാൻ ഫെയിലിയർ ആകാനും ചാൻസസ് ഉള്ള, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യുകയാണ് പ്രൊജക്റ്റ് അപ്രൈസലിൽ. സെക്കൻഡ് വൺ, ടു അപ്ലൈ സ്റ്റാൻഡേർഡ് യാർഡ് സ്റ്റിക്ക് ഫോർ ഡിറ്റർമിനിങ് ദ റേറ്റ് ഓഫ് സക്സസ് ഓർ ഫെയിലിയർ ഓഫ് എ പ്രൊജക്റ്റ്. ഇനി ഇപ്പോൾ സക്സസ് ആണെങ്കിൽ എത്രമാത്രം സക്സസ്ഫുള്ളാണ്, അല്ലെങ്കിൽ ഫെയിലിയർ ആണെങ്കിൽ എത്രമാത്രം അത് ഫെയിലിയറായി, ഇങ്ങനെയുള്ള ഒരു കറക്റ്റ് മെഷർമെൻറ്റ്, അല്ലെങ്കിൽ കറക്റ്റ് ഒരു യാർഡ് സ്റ്റിക്ക് മെഷർ ചെയ്യുന്നത് പ്രൊജക്റ്റ് അപ്രൈസലിലാണ്. അപ്പം സക്സസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫെയിലിയർ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത്, എത്രത്തോളം സക്സസ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം ഫെയിലിയർ ആണെന്നുള്ള അളവ് നമുക്ക് പ്രൊജക്റ്റ് അപ്രൈസൽ വഴി അറിയാനായിട്ട് സാധിക്കുന്നു. ഇനി ടു ഡിറ്റർമിൻ ദ എക്സ്പെക്റ്റഡ് കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിന് എത്രത്തോളം കോസ്റ്റ് ആകും, അല്ലെങ്കിൽ എത്രത്തോളം അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്തെടുക്കുന്നത് പ്രൊജക്റ്റ് അപ്രൈസൽ വഴിയാണ്. ദെൻ ടു അറൈവ് അറ്റ് സ്പെസിഫിക് കൺക്ലൂഷൻസ് റിഗാർഡിങ് ദ പ്രൊജക്റ്റ്. പിന്നെ ഉള്ളത് പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഈ പ്രൊജക്റ്റ് ചെയ്തു വരുമ്പോഴുള്ള കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്, ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന വഴി എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ എത്തിച്ചേരുന്നു, അതിലുള്ള ഡിസിഷനും എത്തിച്ചേരുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ബേസിക് സ്റ്റെപ്സ് ഇൻ പ്രൊജക്റ്റ് അപ്രൈസൽ. പ്രൊജക്റ്റ് അപ്രൈസലിൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റെപ്സ് അല്ലെങ്കിൽ ആസ്പെക്റ്റുകൾ, വേരിയസ് ആസ്പെക്റ്റിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ശരിക്കും പ്രൊജക്റ്റ് അപ്രൈസൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ ആസ്പെക്റ്റിനെയും കുറിച്ചിട്ട് അപ്രൈസ് ചെയ്യുന്ന അത് ആ ഓരോ ആസ്പെക്റ്റ് വൈസാണ് സ്റ്റെപ്സ് ആയിട്ട് പോയിരിക്കുന്നത്. എക്കണോമിക് ആസ്പെക്റ്റ്, ടെക്നിക്കൽ ആസ്പെക്റ്റ്, ഓർഗനൈസേഷൻ ആസ്പെക്റ്റ്, മാനേജീരിയൽ ആസ്പെക്റ്റ്, കൊമേഴ്സ്യൽ ആൻഡ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്. ഇത്രയും 6 സ്റ്റെപ്സ് ആയിട്ടാണ് പ്രൊജക്റ്റ് അപ്രൈസൽ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എക്കണോമിക് ആസ്പെക്ട്സ്. Economic viability is of paramount importance in evaluating a project. The prime motive for implementing a project is profit. So if the project is earning sufficient profit, we can say it is a commercially viable project. അപ്പം ഒന്നാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് തന്നെ എക്കണോമിക് ആസ്പെക്റ്റാണ്. കാരണം നമ്മൾ ഏതൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും, പ്രോഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ പ്രോഫിറ്റബിളായിട്ടാണ് ഒരു പ്രൊജക്റ്റ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ ആ ഒരു പ്രൊജക്റ്റ് എക്കണോമിക്കലി വയബിൾ ആണെന്നാണ്. അപ്പം ഈ ഒരു എക്കണോമിക് ആസ്പെക്റ്റിനെ കുറിച്ച് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ്, അല്ല അപ്രൈസൽ നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രൊജക്റ്റ് അപ്രൈസലിൻ്റെ സ്റ്റെപ്സ് ആയിട്ട് പോകുന്നത്. The economic aspect consider the requirement of raw material, level of capacity utilization, anticipated sales, anticipated expense, anticipated profit. അപ്പോൾ ഈ ഒരു എക്കണോമിക് ആസ്പെക്റ്റ് ഉള്ളിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന വേരിയസ് ആസ്പെക്റ്റുകൾ വേറെയുണ്ട്. റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി, അതുപോലെ കപ്പാസിറ്റി ലെവല്, യൂട്ടിലൈസേഷൻ, എത്രത്തോളം കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്രത്തോളം സെയിൽസ് ഉണ്ടാകും, എക്സ്പെൻസ് ഉണ്ടാകും, പ്രോഫിറ്റ് ഉണ്ടാകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്കണോമിക് ആസ്പെക്റ്റിനുള്ളിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഇനി ദ എക്കണോമിക് അപ്രൈസൽ ഓഫ് ദി പ്രൊജക്ട് കവേഴ്സ് ദ ഫോളോവിങ് ഏരിയസ്. അപ്പം എക്കണോമിക് അപ്രൈസൽ അല്ലെങ്കിൽ എക്കണോമിക് ആസ്പെക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ദ പ്രൊജക്ട്സ് compatibility with the macroeconomic environment in the relevant industry and with the government's policy. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഒരു പ്രൊജക്റ്റ് അത് ഏത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണോ ആ ഇൻഡസ്ട്രിയുമായിട്ട് പൊരുത്തമുണ്ടോ എന്നുള്ളത്, അതാണ് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഏത് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണോ നമ്മുടെ പ്രൊജക്റ്റ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ പോകുന്നത് അതുമായിട്ടും അതുപോലെ അവരുടെ പോളിസിയുമായിട്ടും ആ ഒരു എക്കണോമിക് എൻവയൺമെൻറ്റുമായിട്ടും കമ്പാറ്റിബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ പൊരുത്തമുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ എക്കണോമിക് അപ്രൈസലിൽ ചെയ്യുന്നത്. രണ്ടാമത് അനാലിസിസ് ഓഫ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ദ മാർക്കറ്റ് ഫോർ ദ പ്രൊപ്പോസ്ഡ് പ്രോഡക്റ്റ് അണ്ടർ ദ പ്രൊജക്റ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് അതിന് ഡിമാൻഡ് സപ്ലൈ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, ഡിമാൻഡ് കൂടുതൽ സപ്ലൈ കുറവായിട്ടുള്ള അവസ്ഥ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാലിസിസ് നടത്തുന്നതും എക്കണോമിക് അനാലിസിസ് വഴിയാണ്, അല്ലെങ്കിൽ എക്കണോമിക് ആസ്പെക്റ്റ് വഴിയാണ്. ദെൻ തേർഡ് വൺ, അനാലിസിസ് ഓഫ് ദി സ്റ്റെബിലിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ ദ പ്രപ്പോസ്ഡ് പ്രൊജക്റ്റ്. അപ്പോൾ ഡിമാൻഡിൻ്റെ സ്റ്റെബിലിറ്റി അനാലിസിസ് നടത്തുന്നു. നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ അല്ല നമ്മളുടെ പ്രപ്പോസ്ഡ് പ്രോജക്റ്റിൻ്റെ ഡിമാൻഡ് സ്റ്റെബിലിറ്റി അനാലിസിസ് ചെയ്യുന്നു. ഫോർത്ത് വൺ, അനാലിസിസ് ഓഫ് ദി പോസിബിൾ മാർക്കറ്റ് ഷെയർ ഓഫ് ദി പ്രോഡക്റ്റ് ടു ബി സപ്ലൈഡ് ബൈ ദ പ്രൊജക്റ്റ്. അപ്പം നമ്മൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റ് ഷെയർ എത്രയാണ്, പോസിബിൾ മാർക്കറ്റ് ഷെയർ എത്രയാണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ അതേ ടൈപ്പ് പ്രോഡക്റ്റുകൾ എത്രമാത്രം ഉണ്ട്, അതിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അനാലിസിസ് നടത്തുന്നത് എക്കണോമിക് അപ്രൈസലിലൂടെയാണ്. ദെൻ നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്
ആൻഡ് ഓവറോൾ അപ്രൈസൽ ഓഫ് ദി കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അടുത്ത എക്കണോമിക് അനാലിസിസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സിനെ അപ്രൈസ് ചെയ്യുന്നു, അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, ആരൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങൾ അപ്രൈസൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ അവൈലബിലിറ്റി ഓഫ് ദി റിസോഴ്സസ് റിക്വയർഡ് ഫോർ ദ പ്രൊജക്റ്റ്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഏതൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് ആവശ്യമുണ്ട്, അത് നമുക്ക് അവൈലബിൾ ആണോ അല്ലയോ, ഈ കാര്യങ്ങൾ സ്റ്റഡി നടത്തുന്നുണ്ട്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇവാലുവേഷൻ ഓഫ് ദി ഫെസിലിറ്റീസ് ആൻഡ് അസിസ്റ്റൻസ് അവൈലബിൾ ഫോർ ദ പ്രൊപ്പോസ്ഡ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ലൈക്ക് ടാക്സ് എക്സംഷൻ, ഗവൺമെൻറ് സബ്സിഡീസ്, ബെനിഫിറ്റ് ഫോർ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിയൻ, ടാക്സ് ഹോളിഡേയ്സ് എക്സെട്ര. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഈ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസ് കിട്ടും, എവിടുന്നെങ്കിലും സബ്സിഡീസ് കിട്ടുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതരം ടാക്സ് എക്സംഷൻസ് ഉണ്ടോ, അതുപോലെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന വഴിയായിട്ട് ബെനിഫിറ്റ് ഉണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവാലുവേറ്റ് ചെയ്യുന്നതും എക്കണോമിക് ആസ്പെക്റ്റിലൂടെയാണ്. ഓക്കെ, ഇനി സെക്കൻഡ് വൺ പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്. അപ്പം ഇക്കണോമിക് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെട്ടാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ആ നമ്മുടെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുന്നത് നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനുള്ള ഡേ ടു ഡേ എക്സ്പെൻസുകൾ, അതാണ് നമ്മുടെ ഫിനാൻഷ്യലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഫിനാൻസ് ഈസ് എ ലൈഫ് ബ്ലഡ് ഓഫ് എവറി ബിസിനസ്, എപ്പോഴും നമ്മൾ പറയുന്നൊരു കൊട്ടേഷനാണ്. അതുകൊണ്ട് തന്നെ hence it is the most important prerequisite for establishing an enterprise. Finance is the factor which helps an entrepreneur to mobilize the other factors required for the production such as labor, machine, raw material etc. അപ്പം ഫിനാൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ളത്. ഫിനാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ലേബറോ മെഷീനോ റോ മെറ്റീരിയലോ ഇതൊക്കെ എന്ത് വേണമെങ്കിലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് ഫിനാൻസാണ്. അപ്പം ഈ ഫിനാൻസിനെ കുറിച്ച് സ്റ്റഡി നടത്തുന്നതാണ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുന്നത്. അപ്പോൾ ഫിക്സഡ് ക്യാപിറ്റലാകാം, വർക്കിംഗ് ക്യാപിറ്റലാകാം, ഓൾറെഡി നമ്മൾ കണ്ടതാണ്. ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ലോങ് ടൈം ഫിക്സഡ് അസറ്റ് മേടിക്കാനായിട്ടുള്ള ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽ മേടിക്കാനായിട്ടും അല്ലെങ്കിൽ ലേബേഴ്സിന് കൊടുക്കാനായിട്ടും അപ്പം ഡേ ടു ഡേ എക്സ്പെൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ടാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയസ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ സ്റ്റഡി നടത്തുന്നത്. ദ ഫിനാൻഷ്യൽ അപ്രൈസർ ഡിറ്റർമിൻ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഫണ്ട് റിക്വയർമെൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് ദ റവന്യൂ ജനറേറ്റഡ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഈ ഫിനാൻഷ്യൽ അപ്രൈസറിൽ വരുന്ന എത്രത്തോളം ഫണ്ട് നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ ഈ ഫണ്ടിൽ നിന്ന് നമുക്ക് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ വരുന്നത്. അതുകൂടാതെ നോക്കിക്കേ, നമുക്ക് പോയിൻ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊജക്റ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ഓർഗനൈസേഷനിലെ പ്രൊജക്റ്റിന് എത്ര കോസ്റ്റ് ആകും, ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫിനാൻസിങ് മീൻസ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്തെടുക്കാം. ഓൺ ഫണ്ടാണോ അല്ലെങ്കിൽ ബോറോഡ് ഫണ്ടാണോ, ആരുടെയും കയ്യിൽ നിന്ന് മേടിക്കുന്നതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം പ്രൊജക്റ്റിന് എത്ര കോസ്റ്റാണെന്ന് നോക്കും, അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഫണ്ട് ആവശ്യമുണ്ട്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്നുള്ളത് നമുക്ക് നോക്കും. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് പ്രോഫിറ്റബിലിറ്റി, നമ്മൾ പ്രൊഡക്ഷനിലോട്ട് കിടക്കുമ്പോൾ എത്രത്തോളം നമുക്ക് കോസ്റ്റ് ആകും, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം പ്രോഫിറ്റബിലിറ്റി ഉണ്ടാകും. ദെൻ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ്, ക്യാഷ് ഫ്ലോ എത്ര ഔട്ട്ഫ്ലോ ക്യാഷിനുണ്ടാവും, എത്ര ഇൻഫ്ലോ ഉണ്ടാവും, ഇങ്ങനെയുള്ള എസ്റ്റിമേഷൻ എടുക്കുന്നു. ക്യാഷ് ഔട്ട്ഫ്ലോ ഏതൊക്കെ വഴിയാണ് പോകുന്നതെന്ന് വെച്ചാൽ ക്യാഷ് നമ്മൾ എവിടേക്കാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്, അതുപോലെ ഇൻഫ്ലോ ആരുടെയൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് റെസിപ്റ്റ് കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ പ്രൊജക്റ്റഡ് ബാലൻസ് ഷീറ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിൽ കിട്ടാൻ പോകുന്ന ബാലൻസ് ഷീറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അനാലിസിസ് നടത്തുന്നുണ്ട്. ഇത്രയാണ് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അപ്രൈസലിൽ നടക്കുന്നത്. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നത് കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റ് അനാലിസിസ് എന്ന് പറയുന്നു. The success of a project depends mainly on its efficiency in marketing. It is the only activity which produces revenue when all other activities incur expenditure. അപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ഫംഗ്ഷനാണ് നമുക്ക് റവന്യൂ കൊണ്ടുവരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് കോസ്റ്റാണ്. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡക്ഷൻ നടത്തുന്നു, വേജസ് കൊടുക്കുന്നു, ബാക്കി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വാങ്ങിക്കുന്നു, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച് എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ഈ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാനുള്ള റവന്യൂ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് വഴിയാണ്, അല്ലെ സെയിൽസ് വഴിയാണ്. അപ്പോൾ സെയിൽസ് ആസ്പെക്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആസ്പെക്റ്റ് സ്റ്റഡി നടത്തുക എന്നുള്ളതാണ് പ്രൊജക്റ്റ് അപ്രൈസലിൽ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. So, before starting actual production, the entrepreneur has to anticipate the possible market for the product. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്ന റവന്യൂ ഏണിംഗ് ആക്ടിവിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ അറ്റ്മോസ്റ്റ് കെയറോടുകൂടി വേണം അനാലിസിസ് നടത്താനായിട്ട്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ യഥാർത്ഥത്തിൽ മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ, മാർക്കറ്റിൽ ഇറക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ആൻറ്റിസിപ്പേറ്റഡ് സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രം ആണ് പ്രോഡക്റ്റ് ഇറക്കാവുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം
പ്രോഡക്റ്റിന് എത്രത്തോളം മാർക്കറ്റ് ഉണ്ടാകും, എത്രത്തോളം ഡിമാൻഡ് ഉണ്ടാകും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓൺടർപ്രണറിന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. എ സിസ്റ്റമാറ്റിക് മാർക്കറ്റ് അനാലിസിസ് ഷുഡ് ഗീവ് എ കോംപ്രിഹെൻസീവ് ഐഡിയ റിഗാർഡിംഗ് ദ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ അപ്രോപ്രിയേറ്റ് മാർക്കറ്റ് സ്ട്രാറ്റജി ഫോർ കൺവേർട്ടിംഗ് എ ബിസിനസ് ഐഡിയ ഇൻ ടു എ റിയാലിറ്റി. അപ്പോൾ അതെല്ലാം ചെയ്തേക്കണം. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മാർക്കറ്റ് അനാലിസിസിന് വഴി മാത്രമാണ് നമ്മുടെ പ്രൊജക്റ്റ് ഐഡിയ കൺവേർട്ട് ചെയ്ത് ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി എടുത്ത് അതിൽ നിന്ന് മാർക്കറ്റ് സ്ട്രാറ്റജി ഫോം ചെയ്ത് ഒരു ബിസിനസ് ഐഡിയ ആയിട്ട് മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ടൊരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം നമ്മുടെ ബിസിനസ് ഐഡിയാനെ ഒരു പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്കവിടെ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ. ദ മാർക്കറ്റ് സ്ട്രാറ്റജി മസ്റ്റ് ഇൻക്ലൂഡ് ദ ഐഡിയാസ് റിഗാർഡിംഗ് ദ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, പ്രൈസ്, ഡിസൈൻ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പാക്കേജിംഗ്, അഡ്വർടൈസിംഗ് എക്സെട്ര. ഇപ്പോൾ മാർക്കറ്റിംഗ് അനാലിസിസിനകത്ത് വരുന്ന അല്ല മാർക്കറ്റിംഗ് അപ്രൈസിനകത്ത് വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, അതുപോലെ പ്രൈസ്, ഡിസൈൻ, ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, പാക്കേജിംഗ്, അഡ്വർടൈസിംഗ്. അപ്പോൾ പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അനാലിസിസ് നടത്തുന്നത് മാർക്കറ്റ് അനാലിസിസ് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ആസ്പെക്റ്റ് അപ്രൈസലിനകത്താണ്. ഇനി ഇതിൽ തന്നെ നമ്മളോട് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലും മാർക്കറ്റിംഗ് അപ്രൈസിൽ വരുന്നതെന്നുള്ളത്. സൈസ് ഓഫ് ദി മാർക്കറ്റ് ആൻഡ് ഇറ്റ്സ് ഗ്രോത്ത്. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഏത് മാർക്കറ്റിലോട്ടാണെന്നും അവിടെ ആ മാർക്കറ്റ് ചെറുതാണോ അല്ലെങ്കിൽ നമ്മൾ ഓൾ നേഷനാണോ, നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നുള്ള കാര്യം. അതുപോലെ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് സപ്ലൈ തമ്മിൽ എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട്, ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആണോ മാർക്കറ്റിൽ. Information on the major competitors, their capabilities, their market share, their strength and weakness. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മുടെ എക്കണോമിക് അനാലിസിസ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ ഇവിടെ കൊമേഴ്സ്യൽ സ്റ്റഡി നടത്തുമ്പോഴും കൊമേഴ്സ്യൽ അപ്രൈസൽ നടത്തുമ്പോഴും കോമ്പറ്റീറ്റേഴ്സിനെ സംബന്ധിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അവരുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും, അവർക്ക് മാർക്കറ്റിൽ എത്ര ഷെയർ ഉണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു അനാലിസിസ് നടത്തിയിരിക്കണം. ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ മാർക്കറ്റ് ആൻഡ് പോസിബിലിറ്റി ഓഫ് എക്സ്പോർട്ട്. നമ്മുടെ പ്രോഡക്റ്റിനെ നാഷണലായിട്ട് മാർക്കറ്റ് ചെയ്യാം, ഇൻ്റർനാഷണലായിട്ട് മാർക്കറ്റ് ചെയ്യാവും. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അനാലിസിസ് നടത്തിയിരിക്കണം. ലാസ്റ്റ് വൺ, വെദർ ദ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഹാവിംഗ് ദ പ്രോസ്പെക്റ്റ് ഓഫ് സേയിങ് വാല്യുബിൾ ഫോറിൻ എക്സ്ചേഞ്ച് ഓർ നോട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ആ പ്രോഡക്റ്റിന് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആണോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വിദേശ പ്രോഡക്റ്റിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ള കാര്യവും സ്റ്റഡി നടത്തുക. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ഓർഗനൈസേഷണൽ ആസ്പെക്റ്റ്. അപ്പോൾ ഇവിടെ ഓർഗനൈസേഷൻ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. എ ബാങ്ക് വിച്ച് ഇൻറ്റൻഡഡ് ടു ഫിനാൻസ് എ പ്രോഡക്റ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് റെസ്പോൺസിബിൾ ഫോർ ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ്. ദ ബാങ്ക് സ്റ്റഡീസ് ദ സൂറ്റബിലിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് കോമ്പിറ്റൻസി ഓഫ് ദി മാനേജ്മെൻറ്റ്. അപ്പം ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് മണി ലെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അവർ നോക്കുന്നത് ആരാണ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എത്രത്തോളം കപ്പാസിറ്റി ഉള്ള മാനേജ്മെൻറ്റാണ് ഈ ഒരു പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അവർ നോക്കും. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ്റെ സ്യൂട്ടബിലിറ്റിയും അതുപോലെ ഒരു മാനേജ്മെൻറ്റിൻ്റെ കഴിവും നോക്കി മാത്രമാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഒരു ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കത്തുള്ളൂ. ഇഫ് വൺ ഓർ അതർ ഈസ് ലാക്കിംഗ്, ദ bank may introduce a clause for assistance. It may be in the form of short-term remedy like the recruitment of staff to assist the management at least in the initial phase. അപ്പം ഈ പറഞ്ഞേക്കുന്ന പോലെ മാനേജ്മെൻറ്റ് കോമ്പിറ്റൻസി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ കോമ്പിറ്റൻസിയോ ഇല്ല എന്ന് ബാങ്കിന് ഉറപ്പ് വരുവാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങ് തെളിയുവാണെങ്കിൽ ബാങ്കിന് തന്നെ അവർക്ക് ഒരു അസിസ്റ്റൻസ് കൊടുക്കാനായിട്ട് സാധിക്കും. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള 2-3 സ്റ്റാഫിനെ കുറച്ച് ഇനീഷ്യൽ ഫേസിലോട്ട് കൊടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കുകയോ ഇങ്ങനെയൊക്കെയും ബാങ്കിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് ഈ ഒരു ഓർഗനൈസേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. Sometimes it may be a long-term remedy. This may take a form of management study or creation of an autonomous agent to operate the project. In either cases, the necessity for training of the local staff to fill responsible post at all level is examined. അപ്പം 2 രീതിയിലാണ് വന്നതെങ്കിൽ ബാങ്കിന് തന്നെ സ്റ്റാഫിനെ പ്രൊവൈഡ് ചെയ്യാം. അതനുസരിച്ച് അവർക്കൊരു റെമഡി ആയിട്ട് ലോങ് ടൈം ആയിട്ടോ ഷോർട്ട് ടൈം ആയിട്ടോ ആ ഒരു ഓർഗനൈസേഷനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാഫിനെ കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഓർഗനൈസേഷനിലെ സ്റ്റാഫിന് തന്നെ ഒരു പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ലോക്കൽ സ്റ്റാഫിനും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരെ കോമ്പറ്റൻ്റ് ആയിട്ട് എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി ഓർഗനൈസേഷൻ ആസ്പെക്ട് ഓഫ് അപ്രൈസൽ ഈസ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് ആഡിക്കലി ക്യാരിഡ് ഔട്ട് വിത്ത് ലോക്കലി സ്റ്റാഫ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം ഈ ഒരു ഓർഗനൈസേഷണൽ ആസ്പെക്റ്റ് അപ്രൈസൽ നടത്തുന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓർഗനൈസേഷനുള്ള സ്റ്റാഫിന് ഈ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് എഫിഷ്യൻ്റായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, കേപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് അപ്രൈസൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്കൽ ആസ്പെക്റ്റ് വരുമ്പോൾ എന്താ വരുന്നത് നോക്കിക്കേ.
ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പ്ലാന്റ് ആൻഡ് ബിൽഡിങ് അല്ലെങ്കിൽ അതിനുള്ള മെഷീനറി, ഇതൊക്കെ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് അപ്രൈസൽ നടത്താനാണ് ടെക്നിക്കൽ ആസ്പെക്റ്റിൽ വരുന്നത്. ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇംപ്ലൈസ് ദ ആഡിക്വസി ഓഫ് ദി പ്രൊപ്പോസ്ഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് നോംസ്. ഫോർ ദിസ് ടെക്നിക്കൽ know-how is needed. It should be ensured whether the know-how is available with the entrepreneur or is produced from elsewhere. പ്രൊക്യൂർഡ് ഫ്രം എൽസ്വെയർ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു അറിവും ധാരണയും ഉണ്ടായിരിക്കുക. ഏതൊക്കെ പ്ലാന്റ് ആൻഡ് മെഷീനറി വേണം, ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് വേണം. ഒന്നെങ്കിൽ ഇതിന് ഓണ്ടർപ്രനറിനെ ഇതിനെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള ഒരു നോഹൗ ഉണ്ടായിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്ര ഒരു ടെക്നിക്കൽ നോഹൗ ഉള്ള അല്ലെങ്കിൽ ടെക്നിക്കലി അറിവുള്ള ഒരാളെ ഹയർ ചെയ്യുകയോ ചെയ്തിരിക്കണം. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്റ്റിനെ സംബന്ധിച്ച് ആ ഒരു സൈഡിനെ കുറിച്ച് പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തിയിരിക്കണം. അപ്പം പുറത്തുനിന്നാണ് ഒരാളെ എടുക്കുന്നതെങ്കിൽ അയാൾക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ട് അപ്രൈസ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നും കൂടിയുള്ള കാര്യം എൻഷ്യൂർ ചെയ്തിരിക്കണം. ഇനി നമ്മളോട് താഴെ പറഞ്ഞിരിക്കുന്നത് ടെക്നിക്കൽ അപ്രൈസലിൽ മറ്റ് ആസ്പെക്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കിക്കുകയും ലൊക്കേഷൻ ഓഫ് ദി യൂണിറ്റ്, നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ലൊക്കേഷൻ, അതുപോലെ അവിടെ ഇൻപുട്സ് നമുക്ക് വാട്ടർ, പവർ, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ ബേസിക് ഇൻപുട്സുകൾ നമുക്ക് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. ദെൻ സർവീസ് ഫെസിലിറ്റീസ്, റിപ്പയർ ഷോപ്പ്, സർവീസിങ് സെൻറ്റേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ റിപ്പയർ ഷോപ്സ്, സർവീസിങ് സെൻറ്റേഴ്സ് ഇതൊക്കെ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. അതുപോലെ സൈസ് ഓഫ് പ്ലാന്റ് ആൻഡ് പ്രൊഡക്ഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം, പ്ലാന്റിന് എത്രത്തോളം സൈസ് വേണം, സ്കിൽഡ് ലേബേഴ്സ് എത്രത്തോളം അവൈലബിൾ ആണ്, റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എത്ര, ക്വാണ്ടിറ്റി എത്ര, അതനുസരിച്ചുള്ള റോ മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണോ. അതുപോലെ ഫാക്ടറി ലേഔട്ട്, ഫാക്ടറിയുടെ ഒരു ഡിസൈൻ വേണം. പിന്നെ കോപ്പിംഗ് വിത്ത് ആൻറ്റി പൊല്യൂഷൻ ലോ ആൻഡ് അതർ ഗവൺമെൻറ് റെഗുലേഷൻ. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒരു ലോയും ആൻറ്റി പൊല്യൂഷൻ ലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മറ്റ് റെഗുലേഷൻസ് ഒന്നും വയലേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ അപ്രൈസൽ നടത്തിയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബിൽഡിങ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലേഔട്ട്, ഇതൊക്കെ നമ്മൾ ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് സ്റ്റഡി നടത്തുന്നത്. ഏറ്റവും ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മാനേജീരിയൽ ആസ്പെക്റ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നെയാണ്, മാനേജ്മെൻറ്റ് കപ്പാസിറ്റി അല്ല മാനേജീരിയൽ കോമ്പിറ്റൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പം മാനേജ്മെൻറ്റിലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ്, അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്സ്, അപ്പോൾ അവരുടെ ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, അവരുടെ ടാലൻറ്റ്, ഇതെല്ലാമാണ് മാനേജീരിയൽ ആസ്പെക്റ്റിൽ സ്റ്റഡി നടത്തുന്നത്. അപ്പോൾ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ് ടീമിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നതും ഈ കാര്യങ്ങളാണ് ഇവിടെ അനാലിസിസ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റെപ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. 6 സ്റ്റെപ്പായിട്ട് വന്നിരിക്കുന്നത് പ്രൊജക്റ്റ് അപ്രൈസലിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഏതൊക്കെ ആസ്പെക്റ്റാണ് സ്റ്റഡി നടത്തുന്നതെന്നുള്ള 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എക്കണോമിക്, ഫിനാൻഷ്യൽ ആസ്പെക്റ്റ്, കൊമേഴ്സ്യൽ ആസ്പെക്റ്റ്, ഓർഗനൈസേഷൻ ആസ്പെക്റ്റ്, ടെക്നിക്കൽ ആസ്പെക്റ്റ് ആൻഡ് മാനേജറി ആസ്പെക്റ്റ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.